തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം നഗരസഭയിലെ മിക്ക വാർഡിലും വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം. 650 മുതൽ 1800 വോട്ടർമാർ വരെയുള്ള വാർഡുകളിലെ മാറ്റത്തെക്കുറിച്ച് പരക്കെ ആക്ഷേപം. ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന 40 വാർഡുകളിൽ 15 വാർഡുകളിൽ പുതിയ വിഭജനം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ വാർഡുകളുടെ അതിരുകളിൽ യാതൊരു മാറ്റം വരുത്താതെ 45 വാർഡാക്കി മാറ്റിയപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതുതന്നെയാണ് ചില കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരാൻ കാരണമായത്. മലപ്പുറം നഗരസഭയിലെ 45 വാർഡുകളിൽ 1000 വോട്ടർമാരിൽ കൂടുതലുള്ളത് 33 വാർഡുകൾ. അതിൽ 7 വാർഡുകളിൽ 1500-ലധികം വോട്ടർമാരുണ്ട്. 2 വീതം പോളിംഗ് ബൂത്തുകളുള്ള 2 ബൂത്തുകളാണുള്ളത്. 648 വോട്ടർമാർ മാത്രമുള്ള ചോലയ്ക്കൽ 6ാം വാർഡും 1796 വോട്ടുകളുമായി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള 38ാം വാർഡായ കാരാപ്പറമ്പും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ജനസംഖ്യ കൂടിയതുകൊണ്ട് സന്തുലിതാവസ്ഥ വരാനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനുമാണ് വാർഡ് വിഭജനം എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള ആക്ഷേപത്തിന് സാധ്യതയുള്ള തരത്തിൽ തന്നെയാണ് വാർഡ് വിഭജനം നടന്നിട്ടുള്ളത്. 45 വാർഡുകളിൽ 1000 വോട്ടർമാരിൽ കുറവുള്ള 12 വാർഡുകൾ മാത്രമാണുള്ളത്. അതേസമയം കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളോടെയാവില്ല മലപ്പുറം നഗരസഭയിലെ മുന്നണികൾ മത്സര രംഗത്തുണ്ടാവുക. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി UDF ചേരിയിൽ ഉണ്ടാവുമെന്നും 2-3 സീറ്റുകളിൽ മത്സരിക്കുമെന്നും സൂചനകളുണ്ട്. ഇതേക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞതായാണ് വിവരം. UDFിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ചില സീറ്റുകൾ വെച്ചു മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതിന് പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ വന്നേക്കാം. ഇതേക്കുറിച്ചുള്ള ചർച്ചകളും വൈകാതെ തുടങ്ങിയേക്കും. അടുത്ത തവണ നഗരസഭാ ചെയർപേഴ്സൺ സ്ത്രീ സംവരണമായിരിക്കുമെന്നതുകൊണ്ട് യോജിച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടി വരും. അതും പട്ടികജാതി സംവരണമായി വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പാർട്ടികളെ ഏറെ കുഴപ്പിക്കുമെന്നത് തീർച്ചയാണ്. അതേസമയം പുതിയ വാർഡ് വിഭജനം കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇടതുമുന്നണി നഗരസഭാ ഭരണം പിടിക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. 1995 നടന്ന ഒരു അട്ടിമറി 30 വർഷങ്ങൾക്കിപ്പുറം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.